സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഇതാ നമ്മുടെ ദളപതി വിജയുടെ 68ാമത് സിനിമയായിട്ടുള്ള ഗോട്ട് സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. സോ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി പോയിട്ടുള്ളത്. സോ വീഡിയോയിലോട്ട് വന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. പ്യുവർലി എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട്സ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകാം, അത് താഴെ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യാം മാന്യമായിട്ടുള്ള രീതിയിൽ. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഗോട്ട്. സോ ഗൈസ്, ഗോട്ട് ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ദളപതി വിജയുടെ 68ാമത് സിനിമയാണ് ഗോട്ട് എന്ന് പറയുന്നത്. 67ാമത്തെ സിനിമ ലിയോ ആയിരുന്നു. ലിയോ അത്യാവശ്യം നൈസ് ഒരു പടമായിരുന്നു. സോ ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന വെങ്കട് പ്രഭുവാണ്. ആൻഡ് നമുക്ക് വെങ്കട് പ്രഭുവിനെ അറിയാം, നമ്മുടെ മാനാടൊക്കെ ഡയറക്റ്റ് ചെയ്തേക്കുന്ന സെയിം ഡയറക്ടർ തന്നെയാണ്. ആൻഡ് ഈ ഒരു സിനിമയെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ടൈം ട്രാവലോ അല്ലെങ്കിൽ എന്തോ ക്ലോണിങ്ങോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങളൊന്നും ട്രെയിലർ കാണിക്കുന്നില്ല. ട്രെയിലറിൽ ഒരു റിവെഞ്ച് മൂടി പോകുന്നൊരു പടമായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. സോ അതേപോലെ തന്നെ ഇവരൊരു ഹൈപ്പൊന്നും ഇല്ലാതിരുന്ന ഒരു പടം തന്നെയാണ് ഗോട്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ പാട്ടുകൾ ഇറങ്ങുമ്പോഴോ ഈ പറയുന്ന പോലെ പോസ്റ്റേഴ്സ് ഇറങ്ങുമ്പോഴൊന്നും അങ്ങനെ ഒരു ഹൈപ്പൊന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന പോലെ വിജയ് സിനിമകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവർ ഓരോ പാട്ടുകൾ ഇറക്കുകയാണെങ്കിലും ഓരോ പോസ്റ്റേഴ്സ് ഇറക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ വിജയ് ഫാൻസ് അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിന് തന്നെ ഈ പറയുന്ന അവർക്കിടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു ഹൈപ്പ് ഈ ഒരു സിനിമയുടെ പോസ്റ്ററിനോ പാട്ടിനോ ഒന്നും തരാനായി നമുക്ക് സാധിച്ചിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ട്രെയിലർ ഇറങ്ങുന്നതിന് ഒരു കുറച്ച് ദിവസം മുമ്പായിട്ട് ഇവർ അത്യാവശ്യം ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കി. ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് ഇന്ന് വരും എന്ന് പറയും, ഇന്ന് വന്നിട്ട് പറയും ഈ ട്രെയിലറിൻ്റെ അപ്ഡേറ്റ് പറയാമെന്ന് പറഞ്ഞത്, ആ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളെ പറയാമെന്നുള്ള അപ്ഡേറ്റാണ്. മനസ്സിലായില്ലെന്നറിയാം, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് വന്നിട്ട് പറയും ഇന്നത്തെ ട്രെയിലർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളെ ഞാൻ ട്രെയിലർ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ട്രെയിലർ അപ്ഡേറ്റ് എന്ന് പറയും. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു മിനിഞ്ഞാന്നോ മറ്റോ ആണ് ഒഫീഷ്യലായിട്ട് ഇവർ പറഞ്ഞത് ഈ പറയുന്ന പോലെ 17-ാം തീയതി ട്രെയിലർ വരും എന്നുള്ള കാര്യം. സോ അങ്ങനെ അല്ലാസ്റ്റ് ട്രെയിലർ വന്നിരിക്കുകയാണ്. ആൻഡ് ഈ ട്രെയിലർ വരും എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നൈസായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ വിജയുടെ ബർത്ത്ഡേ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന പോലെ ഗ്ലിംസ് വീഡിയോ അതും അത്യാവശ്യം നൈസ് തന്നെയായിരുന്നു. സോ അങ്ങനെ ഇപ്പോൾ ഇത് ട്രെയിലർ ഇറങ്ങിയിരിക്കുകയാണ്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഒരു ആവറേജ് മൂഡാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ മുമ്പേ പറഞ്ഞിട്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോ ഭയങ്കര ഹൈപ്പൊന്നും ഇല്ലാതെ വന്നൊരു ട്രെയിലർ ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അധികം എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതിരുന്ന് ഞാൻ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നിച്ച ഒരു സാധനമായിരുന്നു ഈ ഒരു ഗോട്ടിൻ്റെ ട്രെയിലർ എന്ന് പറയുന്നത്. സോ വെങ്കട് പ്രഭു എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ സിനിമകൾ സാധാരണ എല്ലാം ഈ പറയുന്ന പോലെ എക്സ്പെരിമെൻറ്റ് മൂവീസാണ് പുള്ളി അധികം ചെയ്യാറുള്ളത്. അതൊക്കെ ഒരു പരിധി വരെ നൈസ് ആകാറുമുണ്ട്. സോ ഇവിടെയും നൈസ് ആകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ട്രെയിലർ കണ്ടിട്ട് ഒരു നൂൽപ്പാലത്തിൽ പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ഇതൊരു പടക്കമാവാനും അല്ലെങ്കിൽ ഒരു നല്ല ഹിറ്റ് ആവാനുള്ള ഒരു സാധ്യത ഞാൻ ഈ ട്രെയിലറിൽ കാണുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തരുന്നത്. വേണമെന്ന് വെച്ചാൽ ഈ സിനിമ നന്നാവാം, വേണ്ടാന്ന് വെച്ചാൽ ഈ സിനിമ നല്ല പടക്കമാവാനും ചാൻസ് ഉണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ 2 രീതിയിൽ തന്നെ ഫാൻസ് തിരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യമാണ്. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹേറ്റേഴ്സ് ഈസ് ഓൾവേസ് ഹേറ്റേഴ്സ്. അവരിപ്പോഴും ഹേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു, കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഫാൻസ് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നു. സോ ഇനി എനിക്ക് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി വൈസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ അകത്ത് വിജയ് എന്ന് പറയുന്നത് ഗാന്ധി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. പുള്ളി ഒരു ഏജൻറ്റാണ്, ഒരു സീക്രട്ട് ഏജൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഐ മീൻ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അല്ല, പറയുന്ന പോലെ സീക്രറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻറ്റ്. അപ്പോൾ പുള്ളി ഈ പറയുന്ന പോലെ പുള്ളിയുടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് പുള്ളി കഴിയുന്നതൊക്കെ. പുള്ളിക്ക് ഒരു ടീമും കാര്യങ്ങളും ഇട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ജയറാമേട്ടനുണ്ട്, അതുപോലെ പ്രഭുദേവയൊക്കെ ഉണ്ട്. സോ അതുപോലെ വിജയും പ്രഭുദേവയും ഇവർ 2 പേരുടെയും കൂടെ ഒരു ഡാൻസ് സീക്വൻസ് കാണാൻ വേണ്ടി അത്യാവശ്യം വെയിറ്റിംഗ് ആണ്. അതങ്ങനെയാണ് ഫാൻസിന് അറിയാം എന്താണ് ഇവരുടെ ഒരു ഡാൻസ് സീക്വൻസിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകം ഫാൻ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവരൊരു മിഷനുമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. മിഷൻ ജയിച്ചു കഴിഞ്ഞപ്പം ഇവരുടെ ഫാമിലിയായിട്ട് ഈ പറയുന്ന പോലെ ബാങ്കോക്കിലങ്ങാണ്ട് വെക്കേഷന് പോകുന്നു. അവിടെ വെച്ച് എന്തോ കാര്യങ്ങൾ സംഭവിക്കുകയും പുള്ളിയുടെ ഫാമിലി ഒരുപക്ഷെ നശിക്കുന്നതൊക്കെ ആവാം. സോ അതിനെ തുടർന്ന് നടക്കുന്ന റിവെഞ്ചായിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ വിജയ് ഒരു ഡബിൾ റോളായിട്ടാണ് കാണുന്നത്. ആൻഡ് ട്രെയിലറിൽ പുള്ളി അച്ഛൻ മോൻ, നമ്മൾ ഈ പറയുന്ന പോലെ മെർസലൊക്കെ കണ്ടിട്ടുള്ള പോലെ അച്ഛൻ മോൻ എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള പല റൂമേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ വിജയ് പുള്ളിയുടെ ക്ലോണിന് ഉണ്ടാക്കുന്നതൊക്കെ ആവാമെന്നാണ്. സോ എനിക്ക് കണ്ടിട്ട് ക്ലോണാണെന്നൊന്നും തോന്നുന്നില്ല. എന്തുവാണെന്നുള്ള കാര്യം സിനിമ ഇറങ്ങുമ്പം കാണാം. സോ തുടർന്ന് ഈ പറയുന്ന അച്ഛനും മോനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു റിവെഞ്ചൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ആവണം എന്നില്ല കഥ. ട്രെയിലർ കണ്ടപ്പോൾ ഒരു 1 ലൈൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതോടെ എനിക്ക് തോന്നിയൊരു കാര്യം. ആൻഡ് ഈ ഒരു ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിയിരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വിജയ് സാറിൻ്റെ ഒരു ഡി ഏജിങ് സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു.
സോ അത് ഈ പറയുന്ന പോലെ പോസ്റ്റേഴ്സിലാണെങ്കിലും ഈവൻ പാട്ടിലാണെങ്കിൽ പോലും ഭയങ്കര കണ്ണുകടിയായിട്ട് തോന്നിയൊരു സാധനമായിരുന്നു ഇതിൻ്റെ അകത്ത് ഡി ഏജിങ് എന്ന് പറയുന്നത്. എന്നാൽ ട്രെയിലറിലോട്ട് വരുമ്പോൾ എനിക്ക് അത്രയ്ക്കധികം ഒരു ബോറ് സാധനമൊന്നോ അല്ലെങ്കിൽ ഭയങ്കര അലമ്പ് സാധനമൊന്നും ഒന്നും പറയാനൊന്നും തോന്നിയില്ല. ഈവൻ എനിക്ക് പറയുന്ന പോലെ പോസ്റ്റേഴ്സിനെക്കാട്ടിലും പാട്ടിനെക്കാട്ടിലും അധികം ഈ പറയുന്ന ട്രെയിലറിലെ പല പല കട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡി ഏജിങ്ങിൻ്റെ സാധനങ്ങളാണെങ്കിലും ഒക്കെ എനിക്കൊരു പരിധി വരെ ഓക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ യങ് വിജയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറിലും പാട്ടിലും ഗ്ലിംസിലൊക്കെ കാണുന്നതിനേക്കാട്ടിലും ചെറിയൊരു വിജയ് വേർഷനെ കാണുന്നുണ്ട്. സോ അത് ഈ പറയുന്ന പോലെ മൈന്യൂട്ട് സെക്കൻഡുകൾ ഒരു പക്ഷേ കാണത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ കാണത്തുള്ളായിരിക്കും. അത് ട്രെയിലറിൽ ചിലയിടത്തും ഓക്കെ, ഐ മീൻ 2 സീനിലോ മറ്റോ ഉണ്ട് അങ്ങനെ ഒരു ഭയങ്കര യങ്ങായിട്ടുള്ളൊരു വിജയ് എന്ന് പറയുന്നത്. അതിൽ ഒരു സീനിൽ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി, മറ്റേ സീനിൽ എന്തോ ഒരു കണ്ണുകടിയായിട്ട് എനിക്ക് തോന്നി അത്. ആൻഡ് ആ ഒരു വിജയ് ഫേസ് കാണുവാണെങ്കിൽ കറക്റ്റ് പഴയ വിജയുടെ കാണാൻ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല, എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എന്നാൽ പോലും ആ ഒരു സാധനം എവിടേക്കോ പാളിയോ എന്ന് എനിക്ക് തോന്നി. എന്താണെന്ന് അറിയത്തില്ല, ഇനി സിനിമ കാണുമ്പം അത് നമുക്ക് ശരിക്കും മനസ്സിലാവും. ട്രെയിലറിലാണ് ഈ പറയുന്ന പോലെ ട്രെയിലർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സാധനം ആവണമെന്നൊന്നുമില്ല. ഒരു സിനിമയുടെ ഹൈപ്പ് കൊടുക്കുന്നതും എന്താണ് സിനിമയുടെ ഒരു ഓവറോൾ സാധനം കൊടുക്കുന്നതാണ് ട്രെയിലർ എന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ട്രെയിലറിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് ട്രെയിലറിൽ എന്തുണ്ടോ അതൊന്നും സിനിമയെ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല. സോ അങ്ങനെ ഈ പറയുന്നത് ഡി ഏജിങ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് അതേപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് VFX വർക്കുകളാണ്. VFX വർക്കുകൾ അത്യാവശ്യം നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്ക് അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് ആ ഒരു VFX വർക്ക് കാര്യങ്ങളൊക്കെ തോന്നി. ഈ പറയുന്ന പോലെ ഒരു കാർ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ഹെലികോപ്റ്റർ സീക്വൻസ് ഉണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി സിനിമ ഇറങ്ങുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ട്രെയിലർ മൊത്തം 3 രീതിയിലാണ് വന്നിട്ടുള്ളത്, ഹിന്ദിക്ക്, തമിഴിന്, തെലുങ്കിന്. ഇത് ഹിന്ദിക്കും തമിഴിനും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സീൻസ് ഉണ്ട് ട്രെയിലറിൻ്റെ അകത്ത്. അത് 2 എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 നൈസ് സാധനം. തമിഴിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഗില്ലി റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, മരുതമലയിൽ ആണ്ടുവിനെ മുരുക ആ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് ഈ പറയുന്ന പോലെ ഹിന്ദിക്കകത്ത് നമ്മുടെ മിഷൻ ഇമ്പോസിബിളിൻ്റെ അകത്ത് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ഭയങ്കര നൈസ് സാധനമായിരുന്നു അത്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് വിജയുടെ ആ ഒരു ടൈറ്റിൽ കാർഡ്. എനിക്കൊരു ട്രെയിലറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പറയുന്നത് ആ ടൈറ്റിൽ കാർഡാണ്. അത് ഭയങ്കര നൈസ് സാധനമാണ്. പുള്ളിയുടെ തന്നെ അത്യാവശ്യം എല്ലാ ക്യാരക്ടേഴ്സും എന്ന് പറയാൻ പറ്റില്ല, പുള്ളി ചെയ്തിട്ടുള്ള അത്യാവശ്യം കുറച്ച് ക്യാരക്ടേഴ്സിനൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കാണിച്ചു പോകുന്ന രീതിയിലൊരു സാധനമായിരുന്നു. ആ വലിയ സിനിമയ്ക്കകത്ത് വരുന്ന പുള്ളിയുടെ സീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ചോട്ടൊരു ടൈറ്റിൽ കാർഡ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും പുള്ളി അഭിനയിച്ചിട്ടുള്ള പല ക്യാരക്ടേഴ്സിന് വെച്ച് ടൈറ്റിൽ കാർഡ് കൊടുത്തത് അത്യാവശ്യം നൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പറയുന്ന പോലെ പാട്ട് നല്ല പാട്ടായിരുന്നു. എനിക്കൊന്ന് 3 പാട്ടിറങ്ങി അതിലെ ഒരെണ്ണം മറ്റോ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി 2 എനിക്ക് എന്താ പറയേണ്ടതെന്ന് തോന്നുന്നില്ല. നല്ല കൊള്ളാം, നൈസ് ഗാനം, എനിക്കത്രേ പറയാനുള്ളൂ. അപ്പം ഇവിടെ നിന്നും ട്രെയിലറിലോട്ട് വരുമ്പം അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഈ പറയുന്ന പോലെ അധികം എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ട്രെയിലറിൽ വന്നേക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ വലിയ കുഴപ്പമില്ല, ഒരു ഓക്കെ മൂഡിലോട്ടൊക്കെ പോകുന്നൊരു സാധനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഓർക്കുക, ഞാൻ പറയുന്നത് എൻ്റെ തോട്ട്സാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് തോട്ട്സ് ഉണ്ടാകും. അത് മാന്യമായിട്ട് പറയാനുള്ള ഒരു സ്ഥലമാണ് കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ അത് രേഖപ്പെടുത്താം. സോ എനിക്ക് ഈ പറയുന്ന പോലെ അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങൾ തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ പറയുന്ന പോലെ ഞാനൊരു ഓവറോൾ തോട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പറയുന്നത്. ആൻഡ് അതേപോലെ തന്നെ പലരും പറയുന്നുണ്ട് ഇതൊരു വിജയ് പടമാണ്. അത് ഫാൻസും പറയുന്നുണ്ട്, ഹേറ്റേഴ്സും പറയുന്നുണ്ട്. ഹേറ്റേഴ്സ് പറയുന്നത് അവർക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല എന്നാണ്. പറയുന്ന പോലെ ഒരു പക്ഷേ വിജയുടെ ഒരു ട്രിബ്യൂട്ട് ആയിരിക്കാം. ഈ പറയുന്ന പോലെ പുള്ളിയുടെ തന്നെ സിനിമയ്ക്കകത്ത് പല 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 റെഫറൻസുകൾ ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു വിജയ് ട്രിബ്യൂട്ടാണ്. കാരണം ഇനിയും പുള്ളി ഒരു പക്ഷേ ഒരു സിനിമയും കൂടെ അങ്ങോട്ട് ഇനി അഭിനയിക്കത്തുള്ളൂ. അത് കഴിയുമ്പം തിരിച്ച് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് റെഫറൻസ് കൊടുക്കുന്ന രീതിയിൽ പലരും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ഒരു പറയുന്ന ഒരു നായക പരിവേഷമാണ്, ഒരു ഹീറോ മൂഡിലാണ് സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരം വിജയ് ക്ലീഷേ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ സ്ഥിരം വിജയ് പടം എന്ന് പറയുമ്പം ഏതാണല്ലോ. പിന്നെ എനിക്ക് പറയുന്ന പോലെ ഞാൻ മുമ്പേ പറഞ്ഞു വിട്ട് തന്നെ എനിക്ക് ഈ പറയുന്ന ട്രെയിലർ ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഓരോരുത്തർക്കും ഓരോരോ പോയിൻ്റ് ഓഫ് വ്യൂ ഒക്കെ ആയതുകൊണ്ടും പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും. ആൻഡ് എപ്പോഴത്തെ പോലെ വിജയുടെ ഒരു നല്ല സിനിമ വന്നാലും ഡിഗ്രേഡ് ചെയ്യാനും പറയുന്ന പോലെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് അതുപോലെ ഉണ്ട്. എന്തായാലും ബീസ്റ്റ് പോലെ ആവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇനിയും ഒരു പക്ഷേ ഇതും അടുത്തൊരു സിനിമയും ദളപതി 69 കൂടെ ഒരു പക്ഷേ കാണത്തുള്ളതായിരിക്കും. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുകയാണ്. സോ ഇത്രയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടമായോ ഇല്ല എന്നുള്ള കാര്യം കൂടെ താഴെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക.
സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ട്സ് ഒന്നുകൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിക്കുള്ളൂ. സോ ഇതിൽ നല്ലൊരു വീഡിയോയുടെ കാണുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി സൈൻ ഓഫ് വിത്ത് AK Spoke മലയാളം.